നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ജയചന്ദ്രൻ. മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ അതിൻ്റെ കൊല്ലം ജില്ലാ പ്രസിഡന്റ് കൂടിയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വൃദ്ധജനങ്ങളെയും രക്ഷിതാക്കളെയും സംരക്ഷിക്കുന്ന നിയമത്തെക്കുറിച്ചാണ്. ഈ നിയമത്തെ കുറിച്ച് നമ്മൾ അതിൻ്റെ തലക്കെട്ട് തന്നെ കേൾക്കുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നിയമം വന്നതെന്ന്. രക്ഷിതാക്കളെയും മുതിർന്ന പൗരന്മാരെയും സംരക്ഷിക്കുന്ന നിയമം. അപ്പോൾ രക്ഷിതാക്കളെയും മുതിർന്ന പൗരന്മാരെയും ഇപ്പോൾ സംരക്ഷിക്കുന്നില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് ഒരു നിയമം വന്നത്. അപ്പോൾ നമ്മളുടെ ഉത്തരവാദിത്വങ്ങൾ നമ്മൾ നിറവേറ്റാതെ വരുമ്പോഴാണ് ചില നിയമങ്ങൾ ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും രക്ഷിതാക്കളെയും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള മുതിർന്ന പൗരന്മാരെയൊക്കെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം മക്കൾക്കും കൊച്ചുമക്കൾക്കും ആണ്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമ്മൾ വിട്ടുമാറുമ്പോഴാണ് ആരെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യാൻ തുടങ്ങുന്നത്. ഒരിക്കലും അങ്ങനെയല്ല അതൊക്കെ ചെയ്യേണ്ടത്. നമുക്ക് ജന്മം തന്ന നമ്മുടെ അച്ഛനെയും അമ്മയെയും അവരുടെ വാർദ്ധക്യത്തിൽ അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം മക്കൾക്ക് തന്നെയാണ്. അത് മക്കളാണായാലും പെണ്ണായാലും. ഇപ്പൊ ചിലവർ പറയും ഞങ്ങൾ പെൺമക്കളാണ്, ആമക്കളാണ് അതൊക്കെ ചെയ്യേണ്ടത്. ചിലർ പറയും ഞങ്ങൾ ആണുങ്ങളാണ്, പെണ്ണുങ്ങളാണ് അതൊക്കെ ചെയ്യേണ്ടത് എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെ ആർക്കും ഒഴിഞ്ഞു മാറാൻ പാടില്ല, പറ്റത്തില്ല. കാര്യം അവർ രണ്ടുപേരും ചേർന്നാണ് നിങ്ങൾക്ക് ജന്മം തന്നത്. അപ്പോൾ ജന്മം നൽകിയ രക്ഷിതാക്കളെ അവരുടെ പ്രായത്തിൽ, അവരുടെ വാർദ്ധക്യത്തിൽ അവരുടെ സഹായിക്കേണ്ട, അവരെ സംരക്ഷിക്കേണ്ട എല്ലാ ഉത്തരവാദിത്വങ്ങളും മക്കൾക്ക് തന്നെയാണ്. മക്കൾക്കും ചെറുമക്കൾക്കും തന്നെയാണ്, യാതൊരു സംശയവുമില്ല. നാട്ടുകാർക്കൊന്നും അല്ല, ഗവൺമെന്റിനും അല്ല. മക്കൾ തന്നെ വേണം സംരക്ഷിക്കേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ കുട്ടിക്കാലം മുതൽ, നിങ്ങൾക്ക് ജന്മം തന്ന അന്ന് മുതൽ നിങ്ങളെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് നിങ്ങൾക്കൊരു ജോലി കിട്ടുന്നത് വരെ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു 18 വയസ്സാകുന്നത് വരെ എങ്കിലും നിങ്ങളെ അത്രത്തോളം സംരക്ഷിച്ച് കൊണ്ടുവന്ന ആൾക്കാരാണ് നിങ്ങളുടെ അച്ഛനും അമ്മയും. ശരിയല്ലേ? അപ്പോൾ ആ അച്ഛനും അമ്മയും അവരൊരു 60, 70, 80 വയസ്സാകുമ്പോൾ അവർക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ, വരുമാനം ഇല്ലാത്തൊരവസ്ഥ. ആ അവസ്ഥയിൽ നിങ്ങൾ കുട്ടിക്കാലത്ത് നിങ്ങൾ കുട്ടിയായിരുന്നപ്പോൾ നിങ്ങൾക്ക് ചെയ്ത അതേപോലെ ഒരു കെയറിങ് തിരിച്ച് നിങ്ങൾ കൊടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ? എന്തുകൊണ്ടാണ് നിങ്ങളത് ചെയ്യാത്തത്? അങ്ങനെ ചെയ്യാതെ വന്നപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നുണ്ട്, പല കുടുംബങ്ങളിലും രക്ഷിതാക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത്രയും ബുദ്ധിമുട്ടുകൾ രക്ഷിതാക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭരണാധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷമാണ് 2007 ഈ വൃദ്ധജനങ്ങളെയും രക്ഷിതാക്കളെയും സംരക്ഷിക്കുന്ന ഒരു നിയമം തന്നെ നിർമ്മിക്കാൻ ഇടയായത്. ഈ നിയമം എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. അത് നമ്മൾ പാലിക്കാനുള്ളതാണ്, അനുസരിക്കാനുള്ളതാണ്. അത് നിയമം നമ്മൾ അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിന് ശിക്ഷയുണ്ടാകും. അതാണ് അതിന്റെ നിയമത്തിന്റെ പ്രത്യേകത. അതാണ്, നമ്മൾ അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിനൊരു ശിക്ഷയുണ്ടാകും. അത് ഏത് രീതിയിലുള്ള ശിക്ഷ വേണമെങ്കിലും ആവാം. അപ്പോൾ ഈ നിയമവും നമ്മൾ അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ശിക്ഷയുണ്ട്. അപ്പൊ ഈ നിയമം അനുസരിച്ച് രക്ഷിതാക്കൾക്ക് ഒരു 10,000 രൂപ ചെലവിന് മക്കൾ കൊടുത്തേ പറ്റൂ. ഇനി അത് മാത്രമല്ല ഈ പറയുന്ന രക്ഷിതാക്കൾ മക്കൾക്ക് ഏതെങ്കിലുമൊക്കെ സ്വത്തുവകകൾ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ മക്കൾ അതിനകത്ത് വീട് വെച്ച് താമസിച്ച് വരികയായിരിക്കും. അങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ആ വസ്തുക്കൾ എഴുതി കൊടുത്ത ആരുടെ പേർക്കാണോ എഴുതി കൊടുത്തത്, ഏത് മക്കളുടെ പേർക്കാണോ എഴുതി കൊടുത്തത്, അത് അസ്ഥിരപ്പെടുത്താനുള്ള വ്യവസ്ഥകളും ഈ നിയമത്തിലുണ്ട്. അതിന് ഈ രക്ഷിതാക്കൾ മാത്രം വിചാരിച്ചാൽ മതി. ഓരോ ജില്ലയിലും RDOമാരുണ്ട്. RDOയ്ക്ക് ഒരു പരാതി എഴുതി കൊടുത്താൽ തീർച്ചയായിട്ടും RDO അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ഈ ചെലവിനുള്ള പൈസ മക്കളിൽ നിന്ന് മേടിച്ചു കൊടുക്കാനുള്ള സംവിധാനം ചെയ്യുകയും, അതല്ലെന്നുണ്ടെങ്കിൽ ഈ മക്കൾ ഒന്നും കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുത്ത വസ്തുവകകളെല്ലാം അസ്ഥിരപ്പെടുത്തി അത് ഈ അമ്മയുടെയോ അച്ഛൻ്റെയോ പേരിൽ തിരിച്ചെഴുതി കൊടുക്കാനുള്ള റൈറ്റും ഈ നിയമത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എന്നിരുന്നാലും പല രക്ഷിതാക്കൾ ഇതിന്റെ പിറകെ ഒന്നും പോകുന്നില്ല. അപ്പോഴും ഈ മക്കളൊക്കെ അവരെ ഒന്ന് സ്നേഹത്തോടു കൂടി ഒന്ന് നോക്കാതിരിക്കുന്ന അവസ്ഥയിൽ പോലും പല രക്ഷിതാക്കളും ഇതൊന്നും അസ്ഥിരപ്പെടുത്താനായിട്ട് മുന്നോട്ട് പോകത്തില്ല. അപ്പൊ അവർ ചിന്തിക്കുന്നത് ഞങ്ങൾ ഇനി കുറച്ച് കാലം മാത്രമേ ഉള്ളൂ, ആ കാലം ഇങ്ങനെ അങ്ങ് പോട്ടെ, ഞങ്ങൾ മക്കൾ സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന രക്ഷിതാക്കളാണ് ഭൂരിപക്ഷം ഉള്ളത്. എന്നിട്ട് പോലും മക്കൾ അവരുടെ ഉത്തരവാദിത്വങ്ങൾ പൂർണ്ണമായും
നടപ്പിലാക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പരമമായിട്ടുള്ള സത്യം. ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ജന്മം തന്ന, നിങ്ങളെ നിങ്ങളാക്കി മാറ്റിയ, ഇപ്പോൾ നിങ്ങൾ ഏത് നിലയിലാണോ നിൽക്കുന്നത് അതിന് കാരണക്കാരായ നിങ്ങളുടെ രക്ഷിതാക്കളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ്. ഇത് മറ്റൊരാൾ പറഞ്ഞു ചെയ്യേണ്ട കാര്യമല്ല, ഒരു നിയമം വഴി നിങ്ങൾ അനുസരിക്കേണ്ട കാര്യമല്ല. നിങ്ങളുടെ മനസ്സിൽ നിന്ന്, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ആ സ്നേഹം, ആ ഒരു ഉത്തരവാദിത്വം നിങ്ങൾ കൊണ്ടുവന്ന് ഇവരെ ശുശ്രൂഷിക്കേണ്ട, കെയർ ചെയ്യേണ്ട ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണം. അങ്ങനെ ഏറ്റെടുക്കുകയാണെങ്കിൽ ഇവിടെ വൃദ്ധസദനങ്ങളുടെ ഒരു കാര്യവുമില്ല. ഇപ്പൊ നമ്മൾ പറയും വൃദ്ധസദനങ്ങൾ, ഇപ്പൊ ഓരോ പഞ്ചായത്തിലെ വാർഡ് തോറും വൃദ്ധസദനങ്ങൾ വരിക. അതൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയാണോ? അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടോ? കുറെ പേര് അതും ചിന്തിക്കും, നമ്മളെ വാർഡിൽ ഒരു വൃദ്ധസദനം വന്നല്ലോ എന്ന് സന്തോഷിക്കുന്നവരുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുക, ആ വൃദ്ധസദനത്തിൽ വരുന്ന അന്തേവാസികൾ ഏതെങ്കിലും ആൾക്കാരുടെ അച്ഛനും അമ്മയുമാണ്, പ്രായം ചെന്ന അച്ഛനും അമ്മയാണ്. ആ അച്ഛനും അമ്മയെ വീട്ടിൽ നിന്ന് പുറത്താക്കുമ്പോഴാണ് വൃദ്ധസദനങ്ങൾ അഭയം പ്രാപിക്കുന്നത്. അപ്പോൾ വൃദ്ധസദനങ്ങൾ നമ്മുടെ രാജ്യത്തിന് പുരോഗതിയാണോ എന്ന് നമ്മൾ വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ, നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ പ്രായമാകുമ്പോൾ അവർക്ക് വേണ്ട ആവശ്യങ്ങൾ, കുട്ടിക്കാലത്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ അച്ഛനും അമ്മയും നിറവേറ്റി തന്നതുപോലെ അതിനപ്പുറത്ത് നിങ്ങൾ ചെയ്യണം. അവരെ സന്തോഷത്തോടുകൂടി ഈ ജന്മം അവസാനിപ്പിക്കാൻ, നിങ്ങൾ സന്തോഷത്തോടുകൂടി അവസാനിപ്പിക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അവരെ നിങ്ങൾ ഒരിക്കലും പുറന്തള്ളരുത്, ഒരിക്കലും വീട്ടിൽ നിന്ന് ഇറക്കി വിടരുത്. അവരെ പ്രത്യേകം, നിങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടികളെ നിങ്ങൾ എങ്ങനെയാണോ സ്നേഹവാത്സല്യത്തോടുകൂടി അവരെ വളർത്തിക്കൊണ്ടുവരുന്നത്, അതുപോലെ ആ ഒരു സ്നേഹവും ആ ഒരു ലാളനയൊക്കെ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും കൊടുത്തു നോക്ക്. തീർച്ചയായിട്ടും അവര് നിങ്ങളുടെ മക്കളെ അവർ കൺട്രോൾ ചെയ്യും. അവര് ഒരു മിനിറ്റ്, നിങ്ങളുടെ മക്കൾ 5 മിനിറ്റ് വീട്ടിൽ താമസിച്ച് വരുമ്പോൾ ഈ രക്ഷിതാക്കൾ, നിങ്ങളുടെ രക്ഷിതാക്കൾ വീട്ടിലുണ്ടെങ്കിൽ അവർ ചോദിക്കും, എന്താണ് നീ താമസിച്ചതെന്ന് ചോദിക്കും. അങ്ങനെ പലതവണ എങ്ങനെ ചോദ്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും കുട്ടി കറക്റ്റ് സമയത്ത് വീട്ടിൽ വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ രക്ഷിതാക്കൾ, നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളുടെ രക്ഷിതാക്കളാണ്. അവരെ ഒരിക്കലും നിങ്ങൾ തട്ടി പുറത്താക്കാതെ അവർക്ക് വേണ്ട സ്നേഹവും പരിലാളനയും കൊടുത്ത് സന്തോഷത്തോടു കൂടി അവസാന നിമിഷങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിർത്തിക്കൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുവരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.